നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് 2-0 പരാജയപ്പെട്ടല്ലോ. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തിലെ ഒരു ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് രണ്ടാം പകുതിയിൽ വന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടത് വിങ്ങിലൂടെ കുതിച്ചു പാഞ്ഞ് എതിരാളികളുടെ ഡിഫൻസിന് അങ്കലാപ്പുണ്ടാക്കിയ കെവിൻ യോക്കിൻ്റെ പ്രകടനമാണ്. യോക്കിൻ്റെ പ്രകടനം കണ്ട് അവൻ വളരെ വേഗതയുള്ളവനാണ്, ഞങ്ങൾക്ക് തലവേദനയുണ്ടാക്കി എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് കളിക്ക് ശേഷം അവരുടെ കോച്ച് സെർജിയോ ലൊബേറ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്, അതായത് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹത്തോട് ആ കാര്യം ചോദിക്കുന്നുണ്ട്. ഇടത് പാർശ്വത്തിൽ, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടത് പാർശ്വം എന്ന് പറഞ്ഞാൽ അവരുടെ വലതു വിങ്ങിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ബ്ലാസ്റ്റേഴ്സ് നല്ല രൂപത്തിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട് അവസാനത്തെ കുറച്ച് മിനിറ്റുകളിൽ. ബിക്കോസ് ഞങ്ങൾക്ക് ബാക്ക്വേർഡിലേക്ക് പോവേണ്ടി വന്നിരുന്നു. അവർ കൂടുതൽ താരങ്ങൾ അറ്റാക്കിംഗ് പൊസിഷനിലേക്ക് ആ സമയത്ത് ഇട്ടു. അവരുടെ ലെഫ്റ്റ് വിങ്ങർ, ഹി വാസ് വെരി ഫാസ്റ്റ്. വേറെ വളരെ കൃത്യമായിട്ട് പറയുകയാണ് യോക്കിനെ കുറിച്ച്. ലെഫ്റ്റ് വിങ്ങർ വളരെ ഫാസ്റ്റായിരുന്നു, അവൻ്റെ ഒരു വേഗത ബുദ്ധിമുട്ടുണ്ടാക്കി. 2 vs 1 സിറ്റുവേഷനിൽ ഞങ്ങൾ നന്നായിട്ട് സഫർ ചെയ്തു എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ ലിസ്റ്റൻ കൊലാക്കോയെ പിൻവലിച്ചത്. കാരണം അദ്ദേഹം നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു, റൈറ്റ് ബാക്കിനെയൊക്കെ സഹായിച്ചുകൊണ്ട്. സോ മൻവീറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പ്ലെയറെ ഒരു പൊസിഷനിൽ ഒരു പ്ലെയർ ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ കാണുന്നില്ല. ടീം എന്ന നിലയിലാണ് കാര്യങ്ങൾ കാണേണ്ടത്. ആസ് എ കോച്ച് എനിക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പ്ലെയേഴ്സിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരുടെ പെർഫോമൻസിൽ വളരെ ഹാപ്പിയാണ്. അതേസമയം ഞാൻ കൂടുതൽ അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നു. കുറച്ചുകൂടി നന്നായിട്ട് ഈ ടീം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വി മസ്റ്റ് ഷോ എവറി വൺ ഇൻ ദി സെക്കൻഡ് ഗെയിം ദാറ്റ് വി ആർ ഇംപ്രൂവിങ് ആസ് എ ടീം എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അടുത്ത കളിയിൽ കൂടുതൽ ഞങ്ങൾ ഇമ്പ്രൂവ് ആയി എന്നുള്ളത് കാണിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. എന്തായാലും അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് വിങ്ങർ, അത് കെവിൻ യോക്ക്, അവർക്ക് തലവേദനയുണ്ടാക്കി എന്നുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.